കടലപ്പൊടി അരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിനകത്ത് വല്ല പുഴുവോ പാറ്റയോ ചെള്ളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയണ്ടേ നമുക്ക്. പിന്നെ അതൊന്നും അല്ല കേട്ടോ, അത് കട്ട ഉടച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അരിക്കുന്നത്. ചിലപ്പോൾ പുഴു ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇതിലങ്ങനെ വീഴുന്നുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ്. അപ്പോൾ നമ്മളിത് 1 കിലോയുടെയാണ് ഞങ്ങൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ലഡു ഉണ്ടാക്കാമെന്ന് ചോദിക്കുന്നത്. ഇത് ഞങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പം അതിൻ്റെ പേര് പറയാം കേട്ടോ. കയ്യിലൊരു 3 കുറച്ച് പൊടി എടുത്തിട്ട് മാറ്റിയാൽ മതിയല്ലോ. 3 കൈ മാറ്റിയിട്ടാ, 3 കൈയല്ല 3 കൈ പൊടി എടുത്ത് മാറ്റി അതിനകത്തേക്ക് ഇട്ടു. മാറ്റിയല്ല, ഇതിനകത്ത് നിന്ന് ഈ മൊത്തത്തിൽ നിന്ന് അതിനകത്തേക്ക് 3 കൈ എടുത്തു. 3 കൈ നിറച്ച്, പിന്നെ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു. 1 സ്പൂൺ മുളക് പൊടി, ഇത്ര മതിയാ? 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 3/4 സ്പൂൺ ഉപ്പ്. ഇനി അടുത്ത് ഉപ്പാണ് ഇടേണ്ടത്. ഇനി ആവശ്യാനുസരണം ഉപ്പ് കേട്ടോ. ഞങ്ങളൊരു 1/4 സ്പൂൺ ഉപ്പിട്ടു. ഈ ഉപ്പിന് നല്ല ഉപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഉപ്പ് വേണ്ടവർക്ക് ഇടാം കേട്ടോ. അത് കഴുകിക്കോ. ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ടേ, പിന്നെ കുറച്ച് ഉപ്പ്. ഇനി 1/2 സ്പൂൺ ഉപ്പ്. മതിയാവോ? കുറച്ചുകൂടി വേണ്ടി വരും അല്ലേ? അവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിലൊക്കെ വരും. ഇത് മറ്റേ ഇതിനകത്തുള്ളത് ബൂന്തി ഉണ്ടാക്കാനാണ്, ഇത് സേവ് ആക്കാൻ. അതാണ് ഇതിനകത്ത് മുളക് പൊടി. ഇനി അടുത്തത് നമുക്ക് കായമാണ് വേണ്ടത്, കായവും കൂടി ഇടാം. അപ്പോൾ ഇതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഇതിനകത്ത് മുളക് പൊടി ഇട്ടില്ല, ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും, പിന്നെ ഇതിൻ്റെ കൂടെ കായവും കൂടെ ചേർക്കും. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കായം. അപ്പം കുറച്ച് കായം ഇടണം. അപ്പോൾ കായം ഞങ്ങളുടെ കട്ട കായമാണ്, അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ അത് അലിയിപ്പിച്ചിട്ട് വേണം ഇടാൻ. പൊടിയായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇടാം. അപ്പോൾ നിങ്ങളുടെ ഈ പൊടി ഉണ്ടാക്കി ഒരു 1/4 സ്പൂൺ കായത്തിൻ്റെ പൊടി അതിനകത്തേക്ക് ഇടുക. ഇതിലിട്ടു. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കായം പൊടി ഇട്ടു ഏതായാലും, കാരണം തിളപ്പിച്ചൊക്കെ വയ്ക്കാൻ പോകുമ്പോഴത്തേക്കും ഒരാൾ കുഴയ്ക്കലും ഒരാൾ എൻ്റെ വീഡിയോ എടുക്കുകയല്ലേ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് തിളപ്പിക്കാൻ എന്ന് പോകാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് പൊടി അങ്ങനെ തന്നെ ചേച്ചി ഇട്ടു. ഉണ്ടല്ലോ, കടല ആ സമയത്ത് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒന്ന് വെള്ളം കളയാൻ വെക്കുക. വെള്ളത്തിലിട്ട് കായം കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒന്ന് വയ്ക്കണം. അതൊരു കാര്യമുണ്ട് കേട്ടോ, പറയാം സമയമാകുമ്പോൾ. അപ്പോൾ ഈ കുറച്ച് കായം അതിലിട്ടു. ഈ കായം വെള്ളത്തിലിട്ട് ഒരു 1/4 സ്പൂൺ, കാലല്ലിട്ടെ അത് അരയോ കുറച്ച് എടുത്തിട്ട് ഈ ഒരു ഇതിൽ വേണം കേട്ടോ, അയവിൽ വേണം നമുക്ക്. ഇത് ബുന്തി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. ബുന്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുത്ത് പോലെ ഇങ്ങനെ ഉരുട്ടി ആക്കില്ലേ, അതിനാണ് ബുന്തി. അപ്പോൾ എല്ലാവർക്കും അറിയാം ബുന്തി എന്നൊക്കെ പറഞ്ഞാൽ, എന്നാലും പറഞ്ഞതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നിങ്ങനെ ആദ്യം പതുക്കെ വേണം കുഴയ്ക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ വരും. അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെയാണ്, അതേ ഇതിൽ വേണം ആക്കാൻ. കുറച്ച് ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ട് കേട്ടോ. പക്ഷേ പതുക്കെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. അപ്പോൾ കായം ഇട്ടു, പൊടി ഇട്ടായിരുന്നു ഇതിനകത്ത്, അതായത് മഞ്ഞൾപ്പൊടി, കായം, ഉപ്പ്. ഇത് സേവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെയാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടി. നല്ലോണം മയത്തിൽ നല്ല മസാജ് ചെയ്ത് കഴിക്കണം. അപ്പം ഞാൻ പറയട്ടെ. അപ്പം നമ്മളിത് സേവ് നാഴിയിലേക്ക് ഇടണം. ഇതിങ്ങനെ പ്രസ് ചെയ്ത്, അതായത് അമർത്തി നമ്മളിങ്ങനെ പിഴിയില്ലേ, എണ്ണയിലേക്ക് ഡയറക്റ്റ് ആക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ചട്ടി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി. അപ്പോൾ എണ്ണ ഒഴിക്കുകയാണ്. നല്ലോണം എണ്ണ വേണ്ടേ, ഒരുമാതിരി നല്ലോണം എണ്ണ ഒഴിക്കണം. നമുക്ക് നോക്കാം എത്രത്തോളം എണ്ണ അതിൽ കൊള്ളുന്നു. അപ്പോൾ നമ്മൾ സേവ് ഉണ്ടാക്കുകയാണ്. ചേച്ചി സേവ് ഉണ്ടാക്കുകയാണ്.
ഇത് കുറച്ച് കട്ടിലുണ്ട് അല്ലേ? നമ്മുടെ സേവ് ഇതായിക്കൊണ്ടിരിക്കുന്നു. ഇത് 2 കളറായിട്ട് കാണുന്ന ഈ ഫോണിൻ്റെ ഒരു ഇതിലായിട്ടോ, അതുകൊണ്ടാണ് ഒരുമാതിരിയായി ഇത്. അപ്പം നമ്മുടെ സേവ് കോരി എടുത്തു. അപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ ഇനി ഞങ്ങൾ ബാക്കിയുള്ളതും കൂടി ഇതാക്കി കഴിഞ്ഞ് കാണിക്കാം കേട്ടോ. അപ്പൊ അവിടെ നാട്ടിലുള്ളവരെ പഠിപ്പിക്കുക കേട്ടോ. പിന്നെ കപ്പലൻ, അവില്, പൊട്ടുകടല, അവില്, നിലക്കടല. ആ, അവിലിടുമ്പോ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇല്ലെങ്കിൽ പിത്തകലേ ഉണ്ടാവുള്ളൂ. അവില് വറുത്തെടുക്കണം, എണ്ണയിൽ വറുക്കും. അപ്പോൾ നമ്മൾ വെന്തി ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. കണ്ടോ, മുത്ത് പോലെ വീണുണ്ടോ? ഇങ്ങനെയാണ് ബുന്തി ഉണ്ടാക്കണം. അപ്പം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമല്ലോ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേ എന്നുള്ളത്. ഞാനല്ല കേട്ടോ, ഞാൻ വലിയ ഗമ പറയുക, എനിക്കറിഞ്ഞൂടെ. ചേച്ചിയാണ് ഇത് ഉണ്ടാക്കണത്. ഇത് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കണം കേട്ടോ. പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അത് പൊട്ടിക്കല്ല, നമുക്കിങ്ങനെ ഒന്ന് അതിന് ചെറുതാക്കണം. പ്രസ് ചെയ്യുമ്പോൾ നല്ല ഇടിയപ്പം പോലെ ഇരുന്ന് അതൊക്കെ ഒന്ന് പൊടിഞ്ഞ് ഒരുമാതിരി ആയിട്ടുണ്ട്. കുറച്ച് ഉണ്ടാക്കിയിട്ട് ആദ്യം വെച്ചാൽ അതിൻ്റെ ഷേപ്പ് കിട്ടുമോ എന്നറിയാൻ, മര്യാദയ്ക്കാവുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഡ്രോപ്സ് ആയിട്ട് എന്താ റെയിൻ ഡ്രോപ്സ് പോലെയാണ്. ഈ ബുന്തി നമുക്ക് ഈ സേവിലേക്ക് ഇടാം. ഇട്ട് ഈ അവല് പിന്നെ അവല് എണ്ണയിൽ വറുത്തു, പിന്നെ കടല എണ്ണയിൽ വറുത്തു, പിന്നെ പൊട്ടുകടല എണ്ണയിൽ വറുത്തു, പിന്നെ നമ്മുടെ കരിവേപ്പില എണ്ണയിൽ വറുത്തു. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടു, പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ മുളക് വറുത്തു ഇട്ടു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം ഞാൻ ഇടയ്ക്കൊരു ഫോൺ വന്നേ, അപ്പോഴത്തേക്കും ചേച്ചിയുടെ പണി തുറന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ എണ്ണയിലാണ് ഇതെല്ലാം വറുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തു. ബുന്തിയും ഇതും ഇവിടെ ഇരിക്കുന്നു. നമ്മുടെ പണി കഴിഞ്ഞു അല്ലേ? ഇതെല്ലാം മിക്സ് ചെയ്തത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. അതിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മളുടെ ഇപ്പോൾ സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? മിക്സ്ചറാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. നല്ല തനി നാടൻ മിക്സ്ചർ. കുറച്ച് കായവും ഇട്ടു കേട്ടോ, കായപ്പൊടിയും ഇട്ടു, മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഇതിലേക്കിട്ട് നമ്മുടെ മിക്സ്ചർ റെഡി.